കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ രണ്ടാമത് ആഴ്ചയുടെ ദിനത്തിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിച്ചു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകലിലെ ബദ്ധപ്പാടുകൾക്കും തിരക്കുകൾക്കുമൊക്കെ ഒടുവിൽ ഇന്ന് രാത്രിയിൽ അല്പസമയം വേറിട്ട് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും അനുവദിച്ചു. കർത്താവിൻ്റെ കരുതലിനും വിശ്വസ്തതയ്ക്കും ഇന്ന് വൈകിയ സമയത്തും എല്ലാ പുകഴ്ചയും മഹത്വവും അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് രാത്രിയിലും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവവചന പഠനത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്നു രാത്രിയിലും തിരിക്കാം. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടുന്ന കൃപ നൽകി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവസഭയുടെ സൗന്ദര്യം എന്നുള്ള വിഷയമായിരുന്നു. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ഒന്നാമതായിട്ട് ചിന്തിച്ചത് ദൈവസഭ സൗന്ദര്യമുള്ളതായിട്ട് തീരുമ്പോൾ അതിൽ അതിപ്രധാനമായിട്ട് കാണേണ്ടിയ വിഷയം എന്ന് പറയുന്നത് കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതായിരുന്നു. ആ വിഷയമാണ് നാം ചിന്തിക്കുകയും കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് ആരംഭം കുറിക്കുവാനും ഇടയായിട്ട് തീർന്നത്. അതിൽ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തിൽ ചെയ്യുവാനായിട്ട് 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിൽ ഒരു കാര്യം ഞാൻ വിശദീകരിച്ചു. സ്നേഹത്തിൽ വേരൂന്നുന്ന ക്രിസ്തീയ ജീവിതം ദൈവജനം നയിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞതിൻ്റെ ആശയം. രണ്ടാമതായിട്ട് അതിനോട് തന്നെ ചേർത്ത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വിഷയം പറഞ്ഞാണ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിച്ചത്. അവിടെ നാം വായിക്കുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ദൈവജനം, ദൈവമക്കൾ അവർ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട് തീരണം. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ 3 പദപ്രയോഗങ്ങൾ പറഞ്ഞാണ് ആ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ചത്. അവിടെ നിന്നും വളരെ പെട്ടെന്ന് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ പ്രധാനമായിട്ടും സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദപ്രയോഗങ്ങളാണ് അഗാപ്പെ, അതോടൊപ്പം ഫിലിയ, അതോടൊപ്പം തന്നെ ഇറോസ് എന്ന് പറയുന്ന 3 ഗ്രീക്ക് പദങ്ങൾ. അതിൻ്റെ 3ൻ്റെ അർത്ഥം നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. നാം പൊതുവായി ഉപയോഗിക്കുകയും പൊതുവായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണത്. അഗാപ്പെ സ്നേഹം എന്ന് പറയുന്നത് അത് സ്വർഗീയമാണ്. ദ ഡിവൈൻ ലവ് എന്നാണ് അഗാപ്പെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ സ്നേഹം സ്വർഗീയമായിരിക്കുന്ന ഹെവൻലി ലവ് ആണ്. എന്നാൽ രണ്ടാമത്തെ സ്നേഹമുണ്ട്, ഫിലിയോ എന്ന് പറയുന്നത്. ആ സ്നേഹത്തെ സംബന്ധിച്ച് ഫിലദൽഫിയ എന്ന വാക്കൊക്കെ ബൈബിളിൽ സഭയോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫിലിയോ ലവ് എന്ന് പറയുന്നത് ബ്രദർലി ലവ് എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം സാഹോദര്യ സ്നേഹം. ഞാനത് ഓർപ്പിക്കുകയുണ്ടായി. നമ്മയൊക്കെയും സഹോദരവർഗം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം, ഒരു കാലത്ത് വിളിച്ചതിൻ്റെ കാരണം നമ്മളിലൊക്കെ ഉണ്ടായിരുന്ന ആ ക്രിസ്തീയ സ്നേഹബന്ധം നിമിത്തമായിരുന്നു. ഇന്നും ഒരു പരിധിവരെയും അതൊക്കെയും കാത്തു സൂക്ഷിക്കാൻ ഈ തലമുറയ്ക്കും ഇടയായിട്ട് തീരുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നാൽ 3ാമത് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ഇറോസ് എന്ന് പറയുന്നത്. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനും അവർക്കിടയിലുള്ള സ്നേഹത്തെ സൂചിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ 3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയമാണ്. അഗാപ്പെ എന്ന് പറയുന്നത് അത് യാതൊരു നിലയിലും നിബന്ധനകളില്ലാത്ത അൺകണ്ടീഷണൽ ലവാണ്. എന്നാൽ രണ്ടാമത് നാം വായിക്കുന്ന ഫിലിയോ എന്ന് പറയുന്നത് ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ആ ബ്രദർലി ലവിൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുക. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാകാം. നന്മ എനിക്ക് ലഭിക്കുന്നിടത്തോളം കാലം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ലഭിക്കുന്ന നന്മ അത് വാക്കുകളിലൂടെയുള്ളതായിക്കൊള്ളട്ടെ, പ്രവൃത്തിയിലൂടെയുള്ളതായിക്കൊള്ളട്ടെ, അത് ലഭിക്കുന്നതിനൊരു വിഘ്നം വരുമ്പോൾ ആ സ്നേഹത്തിനും കുറവ് വരുന്നു.
അപ്പോൾ നന്മ ലഭിക്കുന്നിടത്തോളം സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഫിലിയോ ലവിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇറോസ് എന്ന് പറയുന്നത്. ഇറോസ് ലവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്നേഹം എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ്. ഉദാഹരണത്തിന് അറിയാമല്ലോ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. ഭർത്താവ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഭാര്യ സ്നേഹിക്കണം. ഭാര്യ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഭർത്താവ് സ്നേഹിക്കണം. പരസ്പരം പ്രതീക്ഷിക്കുന്ന സ്നേഹമാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ പറയാം, ഈ 3 വാക്കുകൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം എന്ന് പൗലോസ് പറയുമ്പോൾ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പരിധിവരെ നമ്മൾ മറന്നുപോകാൻ പോലും സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു തെറ്റായ ആശയം നമുക്ക് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതിനെക്കുറിച്ച്. ബൈബിളിൽ വിശേഷ യോഹന്നാൻ്റെ സുവിശേഷം 14-15 അധ്യായങ്ങളിലും അതോടൊപ്പം തന്നെ 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞു വരുമ്പോഴുമൊക്കെ ഈ ഡിവൈൻ ലവ്, സ്വർഗീയമായ സ്നേഹവും അഗാപ്പെ ലവും ഫിലിയോ ലവും ഒക്കെ പരസ്പരം പല തവണയായിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവ് നമ്മോട് പറയുന്നത് എങ്ങനെയുള്ള സ്നേഹമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ദൈവജനത്തിന് ഒരു ചെറിയ തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുന്നത്. എന്താ കർത്താവ് അത് പറഞ്ഞതിൻ്റെ കാരണം? കർത്താവ് സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിരുന്നു. നിബന്ധനകളൊന്നുമില്ലാതെ, യാതൊന്നും നോക്കാതെ നമ്മുടെ സ്വഭാവമോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഏതെങ്കിലും യോഗ്യതകളോ യാതൊന്നും പരിഗണിക്കാതെ നമ്മെ യാതൊന്നും നോക്കാതെ സ്നേഹിച്ച സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവമക്കളിൽ വ്യാപരിക്കേണ്ടിയ സ്നേഹം സ്വർഗീയമായ സ്നേഹമാണ്, എന്നെ രക്ഷിച്ച സ്നേഹമാണ്. ആ സ്നേഹം എന്നിൽ വ്യാപരിച്ചു എങ്കിൽ മാത്രമേ എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ സഭാ ജീവിതം എനിക്ക് അനുഗ്രഹപൂർണ്ണമാക്കി കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്പം കൂടി പറഞ്ഞാൽ, ഇവിടെ ഈ വിഷയം കർത്താവ് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോടുള്ള ബന്ധത്തിൽ പറയുന്നതിൻ്റെ അകത്ത് ഈ 2 ആശയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ആദ്യം പത്രോസ് കർത്താവിനെ വിട്ടു പോകുമ്പോൾ കർത്താവ് പത്രോസിനെ അന്വേഷിച്ച് കടൽക്കരയിൽ ചെന്ന് അവന് വേണ്ടി പ്രഭാത ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് അവനതൊക്കെ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡു യു ലവ് മീ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പെ എന്ന് പറയുന്ന പദമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. പത്രോസിന് കൊടുത്ത മറുപടി ഉവ്വ് കർത്താവേ എന്നാണ്. എന്നാൽ പിന്നെയും കർത്താവ് അത് ചോദിക്കുക. ആ ചോദിക്കുമ്പോഴും കർത്താവ് ഉപയോഗിച്ച വാക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്വർഗീയമായ അഗാപ്പെ ലവ് ആണ് കർത്താവ് ഉപയോഗിച്ചത്. എന്നാൽ പത്രോസും കൊടുക്കുന്ന മറുപടിയിൽ പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് ഫിലിയോ എന്ന് പറയുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ സ്വർഗീയമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നു. പത്രോസ് പറയാം, ഞാൻ നിന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. ഏതാണ് വ്യത്യാസം എന്ന് പറയുന്നത്? എന്നാൽ 3-ാമത്തെ തവണ കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ ഉപയോഗിച്ച വാക്ക് ഫിലിയോ എന്ന് പറയുന്ന വാക്കാണ്. അതുകൊണ്ട് പത്രോസ് അടുത്തത് മറുപടി പറയുകയല്ല, പത്രോസ് അവിടെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: കർത്താവേ, നീ സകലതും അറിയുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ പറയുക, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കേണ്ടതുപോലെ അല്ല സ്നേഹിക്കുന്നതെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് മുമ്പാകെ പത്രോസ് തന്നെ താഴ്ത്തുവാനിടയായിട്ട് തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് ഞാനും ഇങ്ങനെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളിൽ വ്യാപരിക്കേണ്ടിയ സ്നേഹം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ്. സാഹോദര്യ സ്നേഹം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിനും മീതെ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടിരിക്കുന്നത് സ്വർഗീയമായ സ്നേഹമാണ്. സ്വർഗീയമായ സ്നേഹം നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സഭകൾ അനുഗ്രഹിക്കപ്പെടും. അത് സൗന്ദര്യമുള്ളതായിട്ട് തീരും.
ആ സഭകളിൽ അല്പമായ അഭിപ്രായ വ്യത്യാസങ്ങളോ പരസ്പരമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കാൻ ഈ ഫിലിയോ ലവ് കൊണ്ട് നമുക്ക് കഴിയുകയില്ല, ഇറോസ് ലവ് കൊണ്ട് കഴിയുകയില്ല. പിന്നെ ഏതുകൊണ്ടേ കഴിയുകയുള്ളൂ? അത് പരിഹരിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈൻ ലവ് കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്നു രാത്രിയിൽ എന്നിലും നിങ്ങളിലും എല്ലാം വ്യാപരിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ അഗാധമായിരിക്കുന്ന ഡിവൈൻ ലവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്ന ദൈവസഭ ആ സ്നേഹത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭയായിട്ട് മാറുമ്പോൾ ലോകത്തിന് പോലും തിരിച്ചറിയാൻ കഴിയും അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അവരിലാണ് യഥാർത്ഥ സ്നേഹം വെളിപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ദുഃഖത്തോടെ പറയട്ടെ, പലപ്പോഴും നമ്മളിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്നേഹമാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എഫേസ് ലേഖനം പൗലോസ് എഴുതുന്നത് ഏകദേശം AD 60 വെളിപ്പാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത് AD 95 ഈ കാലഘട്ടത്തിനിടയിൽ 35 വർഷത്തെ ഒരു ഇടവേള സംഭവിച്ചിട്ടുണ്ട്. ആ 35 വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ പൗലോസ് എഫേസ് ലേഖനത്തിൽ എഫെസോസിലെ വിശ്വാസികളോട് പറയുകയായിരുന്നു, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം, നിങ്ങൾ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം. പക്ഷെ നിങ്ങൾ നോക്കുക, ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഒന്നാമത്തെ സഭ എഫെസോസ് സഭയാണ്. ആ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ആ സഭയോട് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാമല്ലോ. അവരോട് പറയുക, നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരു കുറ്റം പറയാനുണ്ട്, ബാക്കിയൊക്കെ കാര്യം ഓക്കെയാ, പക്ഷെ ഒരു കുറവ് പറയാനുണ്ട്. എന്താ കുറവ്? അത് ആദ്യമുള്ള കുറവാ. ആദ്യം ഒരു സഭയെക്കുറിച്ച് പറയുന്ന കുറവാ. ആ സഭയെക്കുറിച്ച് പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നോ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. എന്താ പരിഹാരം? പരിഹാരവും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ നീ എവിടെ നിന്നാണോ വീണത് നീ അവിടേക്ക് കടന്നു വരിക. യു ഹാവ് ടു കം ബാക്ക്, റിട്ടേൺ, കടന്നു വന്ന് ആ പ്രശ്നം എവിടെയാണോ പരാജയം നിനക്ക് പറ്റിയത് ആ പരാജയത്തെ പരിഹരിക്കാത്തിടത്തോളം കാലം ഈ ദൈവസഭ സൗന്ദര്യമുള്ളതായിട്ട് തീരുകയില്ല. എത്രയോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരാത്മീക യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ ജനമേ, നാം എല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സ്ഥലം സഭകൾ അത് അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ, അത് ലോകത്തിന് മുമ്പാകെ സൗന്ദര്യമുള്ള സഭയായിട്ട് നിൽക്കുവാൻ, അത് ദേശത്ത് സൗന്ദര്യമുള്ളതായിട്ടിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവജനത്തിനിടയിൽ വ്യാപരിക്കണം. ഡിവൈൻ ലവ് ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുമ്പോഴാണ് ദൈവസ്നേഹമുള്ള സഭയായിട്ടും സൗന്ദര്യമുള്ള സഭയായിട്ടും ദൈവസഭ തീരുന്നത്. ദുഃഖത്തോടെ പറയട്ടെ, എഫെസോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെ സാധിച്ചില്ല എന്ന് വേണം പറയുവാനായിട്ട്. അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞ രണ്ടാമത്തെ ആശയം സ്നേഹത്തിൽ ചെയ്യുവാനുള്ളത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം എന്നുള്ളതായിരുന്നു. അടുത്തത് മൂന്നാമത്തെ ആശയം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അത് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ എന്നാണ്. ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ് എന്നാണ് നാം വായിക്കുന്നത്. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക വളരെ ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള ഒരു വേദഭാഗമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കർത്തൃസേവയിൽ ബദ്ധനായിട്ടിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. എന്താ പ്രബോധനം? പ്രബോധനം അവിടെ പറഞ്ഞു വരുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. അതിന് ധാരാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പൊറുക്കുക എന്നുള്ളതിന് ബെയറിങ് എന്ന് പറഞ്ഞാൽ സഹിക്കുകയെന്നും വഹിക്കുകയെന്നും പൊറുക്കുകയെന്നും ഒക്കെയുള്ള വാക്കുകളുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും ചില ആളുകളോടുള്ള ബന്ധത്തിലും അവർ ചെയ്ത പ്രവൃത്തികളോടുള്ള ബന്ധത്തിലും ഒരിക്കൽ പോലും പൊറുക്കുവാനായിട്ടോ ക്ഷമിക്കുവാനോ കഴിയാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആളുകളുമുണ്ട്. എന്നാൽ ഇന്നു രാത്രിയിൽ ദൈവമക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രബോധനം സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഏത് സ്നേഹത്തിലാണ്? ഈ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൻ്റെ മേൽ ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ കഴിയുകയുള്ളൂ.
നമുക്ക് വെറുതെ നമ്മുടെ മാനുഷികമായിരിക്കുന്ന നമ്മുടെ ജഡത്തിൻ്റെ ആ ഇച്ഛയ്ക്കനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യനോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒന്നും കഴിയുകയില്ല. നാം തമ്മിലടിക്കുന്നവരും പോരിന് വിളിക്കുന്നവരും വാഗ്വാദം ചെയ്യുന്നവരും ഒക്കെയായി മാറും. അത് നാം പലപ്പോഴും കാണുന്നുണ്ടല്ലോ. ഇതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. പലപ്പോഴും വിവിധ മാധ്യമങ്ങളിലൂടെ നാം ശ്രദ്ധിച്ചാൽ പരസ്പരം തമ്മിൽ പോരിന് വിളിക്കുന്ന ഒക്കെ കാഴ്ചകൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെന്ന് പറയുന്നത് മാനുഷികമായ ചിന്തയാണ്. അതെനിക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാകും. എന്നാൽ ഞാൻ അന്യോന്യം പൊറുക്കുവാൻ കഴിയുന്നവനായിട്ട് തീരണമെങ്കിൽ എന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ അന്യോന്യം പൊറുക്കണമെന്നല്ല പറഞ്ഞത്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക, സ്നേഹത്തിൽ അന്യോന്യം വഹിക്കുന്നവരായിട്ട് തീരുക. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണല്ലോ, സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സകലത്തിനും മുമ്പിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കുക. നമുക്കിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ, നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വലങ്കരം കൊടുത്താൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സഹോദര, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിപ്പീനെന്ന് സ്നേഹത്തിൻ്റെ ആത്മാവിൽ പറയുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, സകല പ്രശ്നവും പരിഹരിക്കാനായിട്ട് കഴിയും. പക്ഷേ അവിടെ പലപ്പോഴും പരിഹരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മളിലേക്ക് നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകൾ കയറി വരും. ദൈവസ്നേഹത്തെക്കാൾ അപ്പുറമായി ജഡത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നാം വിധേയപ്പെട്ട് കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ അത് തീവ്രമായിട്ട് വരുന്നത്, പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടായി വരുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് പറയട്ടെ, പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹത്തിൽ പൊറുക്കുവാൻ മനസ്സ് കാണിക്കണം. സദൃശവാക്യം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു എന്ന് വായിക്കുന്നു. ഏതു പ്രശ്നത്തിനും മീതെ നമ്മളിലുള്ള സ്നേഹം വ്യാപരിച്ചാൽ ആ പ്രശ്നത്തെ നമുക്ക് ഏതുമില്ല, സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് ഇടയായിട്ട് തരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് പൗലോസ് പറഞ്ഞ ആ ഒരു ഉപദേശത്തിൻ്റെ പ്രബോധനത്തിൻ്റെ വാക്ക് 3-ാമതായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസ് പറയുക, നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഈ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ജസ്റ്റ് അവിടേക്കൊന്ന് കൊണ്ടുപോകാം എന്ന് ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യോസഫിനെ സംബന്ധിച്ച് തൻ്റെ സഹോദരന്മാർ മിസ്രൈമിലേക്ക് വരികയും യോസെഫുമായിട്ട് കണ്ടുമുട്ടുകയും യോസെഫ് തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അവിടുത്തെ വിഷയം. എന്നാൽ അവിടെ യോസെഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്, 5-ാം വാക്യം, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട്, 4-ാം അധ്യായത്തിനൊടുവിലെ വാക്യം, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫ് ആകുന്നു ഞാൻ. അടുത്ത വാക്ക്, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലമെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. തൻ്റെ സഹോദരന്മാർ വളരെ നിഷ്ഠൂരമായി നികൃഷ്ടമായിട്ടൊരു പ്രവൃത്തി ചെയ്തു. തൻ്റെ സഹോദരനെ പിടിച്ച് പൊട്ടക്കടറ്റിലിട്ടു. അവിടുന്ന് മിദ്യാന്യ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. അങ്ങനെ യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്നേക്കുമായി അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്നാൽ ഇവിടെ ഇതാ മറ്റൊരു സന്ദർഭത്തിൽ ഇവർ ഭക്ഷണം വാങ്ങുവാനായിട്ട്, ആഹാരം സമ്പാദിക്കുവാനായിട്ട് മിസ്രൈമിലേക്ക് ക്ഷാമനിമിത്തം എത്തിയപ്പോൾ അവിടെ യോസെഫിൻ്റെ മുമ്പാകെ ചെന്നുപെടുകയാണ്. യോസെഫ് എന്ന് അവർക്ക് തിരിച്ചറിയുന്നില്ല. പക്ഷേ ആ സഹോദരന്മാരെ അടുക്ക് വിളിച്ചിട്ട് യോസെഫ് പറയുന്ന ഒരു വാക്കിന് മുമ്പാകെ അവർ ആകെ പതറിപ്പോയി എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ വേണം ചിന്തിക്കാൻ ആ ഭാഗങ്ങൾ നാം സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ. അവിടെ യോസെഫ് പറയുന്ന വാക്കിങ്ങനെയാണ്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫാകുന്നു ഞാൻ. ഇത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ അവർ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ച് കാണും, ഇവിടേക്ക് വരണ്ടായിരുന്നു, അയ്യോ ഇതെന്തോ ഒരു കാഠിന്യമുള്ള പ്രവൃത്തിയായിപ്പോയി. ഇത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇവരുടെ ജീവന് തന്നെ ഹാനി വരുമെന്ന് അവർ വിശ്വസിച്ചിരിക്കുക. ഇനി ഈ മനുഷ്യൻ ഇവരോട് എങ്ങനെയാണ് സമീപിക്കുന്നത്, ഏത് പ്രതിസന്ധിയാണ് ഇവർ നേരിടാൻ പോകുന്നത്? ഇവരുടെ മനസ്സിൽ ഇവർക്ക് വിശപ്പൊരു വിഷയമല്ല, ആഹാരം ഒരു വിഷയമല്ല, എങ്ങനെങ്കിലും മടങ്ങിപ്പോയാൽ മതി, ജീവരക്ഷയോടെ ഒന്ന് പോയാൽ മതി എന്നായിരിക്കാം അവരുടെ ഹൃദയം പറയുന്നത്. പക്ഷേ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് ആ യോസെഫിൻ്റെ വാക്കാണ്. യോസെഫ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലോ. യോസെഫ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ യോസേഫാ, നിങ്ങൾ വിറ്റ് കളഞ്ഞ യോസേഫാ, പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട്
വിഷാദിക്കുകയും വേണ്ട, വ്യസനിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ കഴിയണമെങ്കിൽ ആരെക്കൊണ്ടേ കഴിയുള്ളൂ? ദൈവത്തിൻ്റെ സ്നേഹം വ്യാപരിക്കുന്നവനെ കൊണ്ടേ കഴിയുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് ഈ സഹോദരന്മാർ കണ്ടിട്ടില്ല. ആ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ യോസേഫ് ധാരാളം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ആ കണ്ണുനീര് കണ്ടില്ല. ഒരുപക്ഷെ ചോദിച്ചു കാണും, സഹോദരന്മാരെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഈ നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നത്? ഒരുപക്ഷെ ചോദിച്ചു കാണും. പക്ഷേ യാതൊരു മറുപടിയും അവർ കൊടുത്തില്ല. അവിടെ കിടന്ന് യോസേഫ് കരഞ്ഞിട്ടുണ്ടാകാം. ആ കരച്ചിൽ കാണുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ യോസേഫ് അവിടെ നിന്നൊക്കെ പോയി അവർ വിറ്റ് കളഞ്ഞതുകൊണ്ട് മിസ്രൈമിലെത്തി. പക്ഷേ ആ യോസേഫ് തൻ്റെ സഹോദരന്മാരോട് ഒരു പകയും വെച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാ, അനുഗമിക്കേണ്ടിയ ഒരു നല്ല പാഠം യോസേഫിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, നമുക്ക് അന്യോന്യം പൊറുക്കുവാൻ കഴിയണം. നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവജനമേ, പിന്നെ ആർക്കാണ് കഴിയുന്നത്? ദൈവം തൻ്റെ പുത്രനെ തന്ന് ദൈവസ്നേഹത്താൽ നമ്മെ രക്ഷിച്ചുവെങ്കിൽ ദൈവജനമായിരിക്കുന്ന ഞാനും നിങ്ങളും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം വഹിക്കുവാനും പരസ്പരം സഹിക്കുവാനും സ്നേഹത്തിൽ ഇടയായിട്ട് തീരണം എന്നുള്ളത് ഒരു ദൈവീക പ്രമാണമാണ്. ആ പ്രമാണം നമുക്ക് അനുസരിക്കുവാൻ ഇടയാകണം. നാം അതനുസരിക്കുമ്പോഴാണ് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭ സൗന്ദര്യമുള്ളതായിട്ട് തീരുന്നത്. നാം തിമോത്തിയോസിൻ്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്കുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, മനുഷ്യൻ സ്വസ്നേഹികളായിട്ട് തീരും. ഈ കാലഘട്ടത്തെ നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ അന്ത്യകാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം മനുഷ്യൻ സ്വസ്നേഹികളായിട്ട് തീരും. സ്വയം സ്നേഹിക്കുന്നവരായിട്ട്, പരസ്പരം സ്നേഹിക്കുന്നവരായിട്ടല്ല, അവരെ സ്നേഹിക്കുന്നവരായിട്ട് തീരുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അതല്ല നമുക്ക് വേണ്ടിയത്. നമ്മിൽ വേണ്ടിയത് പരസ്പരമുള്ള ദൈവസ്നേഹത്താലുള്ള ജീവിതമാണ്. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. വീണ്ടും നാം മുമ്പോട്ട് വരുമ്പോൾ 4-ാമതായിട്ട് സ്നേഹത്തിൽ ചെയ്യുവാൻ പൗലോസ് പറഞ്ഞ വിഷയം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. 4-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. അവിടെ പൗലോസ് സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വിഷയം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം വളരണം, ഇതാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിഷയം. പക്ഷേ എങ്ങനെ വളരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അവിടെ പറയുക, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. എനിക്ക് ഈ ഭാഗം പറയുമ്പോൾ വളരെ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനും പറയുവാനും വളരെ അധികമുണ്ട്. ഒരു പരിധിവരെയും സത്യം സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു ജനറേഷനാണ് ഈ കാലഘട്ടത്തുള്ളത്. എന്തു പറഞ്ഞാലും പറയുന്നതിനെ മാത്രം സ്വീകരിക്കുക, അതിനകത്ത് റിയാലിറ്റി ഉണ്ടോ എന്നുള്ളതിന് യാതൊരു പരിഗണനയും ഇല്ലാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ശ്രമിക്കേണ്ടിയ ഒരു ദൈവ പൈതൽ അവൻ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ട കാര്യം അവൻ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതിനെ ഒന്ന് ഡിവിഷൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ പറയാം, ദൈവമക്കൾ സത്യം സംസാരിക്കണം. 2, ദൈവമക്കൾ സ്നേഹത്തിൽ സംസാരിക്കണം. 3, ദൈവമക്കൾ സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, വിശദീകരിക്കാതെ, ദൈവമക്കൾ സത്യം സംസാരിക്കണം. ദൈവമക്കൾ സ്നേഹത്തിൽ സത്യം മാത്രമേ സംസാരിക്കാവുള്ളൂ. ദൈവമക്കൾ സ്നേഹത്തിൽ സംസാരിക്കണം. ഈ 3 കാര്യങ്ങൾ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഞാനത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ്, വിശദീകരിക്കാതെ. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന വാക്ക്, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ദൈവജനമേ, സത്യം സംസാരിക്കുക. അല്പം കൂടി പറഞ്ഞാൽ നമ്മുടെ വാക്കുകളെ വളരെ സൂക്ഷിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൽ അത് ഉപയോഗിക്കണം എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ സ്നേഹം പ്രകടമാകത്തക്ക നിലയിൽ വേണം സംസാരിക്കുവാൻ.
ഇത് നാം വളരെ കുറിക്കൊള്ളേണ്ടിയ ഒരു ആത്മീക പാഠമാണ്. പൗലോസ് 4-ാമത്തെ ആശയം പറയാം, സ്നേഹത്തിൽ സംസാരിക്കാം. അതൊരു വലിയ വിഷയമാണ്. നാവിനെ സംബന്ധിച്ചും സംസാരത്തെയൊക്കെ സംബന്ധിച്ചും തിരുവചനം പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടേക്കൊന്നും പോകാനായിട്ട് എനിക്ക് സമയമില്ല. നാം ഇതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരിക. നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിലൊക്കെ താൻ സംസാരിച്ച വാക്കുകൾ, ചില ഇംഗ്ലീഷ് പരിഭാഷകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് ലെറ്റേഴ്സാണ് എഴുതിയിരിക്കുന്നത്. റെഡ് ഇങ്ക് കൊണ്ടാണ് അതെല്ലാം നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കർത്താവ് പറഞ്ഞ ഒരിടത്തു പോലും സോറി എന്ന് കർത്താവ് പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. കർത്താവ് ഒരിടത്തു പോലും ആകാത്ത വാക്കുകൾ പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ കേൾപ്പാൻ ജനം അവൻ്റെ അടുക്കൽ വന്നു എന്നാണ് നാം വായിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകളെ സംബന്ധിച്ച് അത് ഉവ്വെന്നും ഇല്ല എന്നുമായിരുന്നു. അതിനപ്പുറത്തൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് എത്രയോ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്, എത്രയോ ആളുകളുടെ മുമ്പാകെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഒരിടത്തു പോലും നമ്മുടെ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നും അരുതാത്തത് വീണിട്ടില്ല. എന്തിന്? വേദന സഹിച്ചും ശാരീരികവും മാനസികവുമായിട്ട് തളർന്നവനായിട്ട് പീലാത്തോസിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ പോലും കർത്താവിനെ ആക്ഷേപിക്കുന്ന ആക്ഷേപം കേട്ടിട്ടും പീലാത്തോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഒന്നും സംസാരിക്കുന്നില്ലയോ? കർത്താവ് അവിടെയും മൗനം വീക്ഷിക്കുക ചെയ്തത്. കർത്താവ് യാതൊന്നും സംസാരിക്കാതെ, കർത്താവ് അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടും യാതൊരു നിലയിലും പ്രതികരിക്കാത്തവനായിട്ട് കർത്താവ് നിന്നു. തൻ്റെ അധരങ്ങളെ കർത്താവ് സൂക്ഷിച്ചു. എത്രയോ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത്. ഇന്ന് രാത്രി ഞാനിങ്ങനെ പറയാം, പൗലോസ് പറയാം, ക്രിസ്തു എന്ന തലയോളം വളരണമെങ്കിൽ നമുക്കെന്തെങ്കിലും ഭക്ഷണം കഴിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളത് പൗലോസ് ചേർത്ത് പറയുകയാണ്. കർത്താവിൽ കണ്ട പ്രത്യേകത അവിടുന്ന് തൻ്റെ നാവിനെ സൂക്ഷിക്കുന്നവനായിരുന്നു. തൻ്റെ അധരത്തെ വളരെ സൂക്ഷിക്കുന്ന കർത്താവായിരുന്നു. കർത്താവിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കുപോലും അരുതാത്തതായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പറയുക, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയായിട്ട് തീരും. ഇന്ന് രാത്രിയിൽ നമ്മുടെ വാക്കുകൾ നമുക്ക് സൂക്ഷിക്കാം. അതിനെ സംബന്ധിച്ച് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ പിന്നെയും നാം മുമ്പോട്ട് വരുമ്പോൾ 29-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. ഞാൻ ആ ഭാഗം വീണ്ടും ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്ന വാക്ക് വളരെ ചിന്തനീയമാണ്. എന്താ പറയുന്നത്? ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് മുന്നിൽ പറയുകയാണ്. അതിനുശേഷം ഈ ഭാഗം പറഞ്ഞിട്ട് അടുത്ത 30-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ നിരവധി കാരണങ്ങളുണ്ട്. അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാകാം, നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധിയൊക്കെ ആകാം. ഏത് നിലകളിലും നാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായിട്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, സംശയമില്ല. എന്നാൽ ഇവിടെ പറയുന്ന വാക്ക് മുകളിൽ പറഞ്ഞതുമായിട്ടൊന്ന് ചേർത്ത് ലിങ്ക് ചെയ്തേ അവിടെ പറയുകയാ, ഞാൻ എൻ്റെ വാക്ക് ആവാത്തത് പറയുന്നു എങ്കിൽ, ആത്മീക വർധനയ്ക്ക് ഉതകാത്തത് ഞാൻ പറയുന്നു എങ്കിൽ, നല്ല വാക്കല്ലാത്തതാണ് എൻ്റെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് കാരണമായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വായെ, നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാം. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ അവിടെ സംസാരിക്കുവാനായിട്ടും അവിടെ ആ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുവാനും സമയമില്ല. ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ ഉണ്ടല്ലോ, മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണല്ലോ. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതുകൊണ്ട് നമ്മുടെ
വാക്കുകളെ നാം സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഒരു വാക്കൂടെ പറഞ്ഞാൽ പൗലോസ് പറഞ്ഞു, കൊലോസ് ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ വായിലെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനൊരു ഇൻസിഡൻറ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് 1-2 വാക്യങ്ങളൊക്കെ വരുമ്പോൾ ഈ മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം കഴിച്ചത് നിമിത്തം അഹരോനും മിര്യാമും മോശയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം, ചരിത്രം അവിടെ നാം വായിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ട് അടുത്ത വാക്ക് 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, മിര്യാം ആ നിലയിൽ സംസാരിച്ചത് യഹോവ കേട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. യഹോവ കേട്ടു. എന്താ കേൾക്കാൻ കാരണം? തൻ്റെ ദാസൻ, അടുത്ത വാക്ക് പറയാം, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനെന്ന സ്വർഗത്തിലെ ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഒരു ദൈവദാസനെതിരെ തൻ്റെ മൂത്ത സഹോദരി ഒരു വാക്കുച്ചരിച്ചപ്പോൾ സ്വർഗം അത് കേട്ടു എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയുടെ വാക്കുകൾ പോലും സ്വർഗം ശ്രദ്ധിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, ഞാനും നിങ്ങളും കൂട്ടു സഹോദരനെതിരായിട്ട് നമുക്കറിയാത്ത, നാം ഇരിക്കുന്നിടത്ത് നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്ത മറ്റൊരാളുടെ കാര്യം സംസാരിക്കുമ്പോൾ അത് സ്വർഗം ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഇനി ഒരു വ്യക്തിക്കെതിരെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ അകത്ത് റിയാലിറ്റി ഇല്ലാത്തതാണെങ്കിൽ അത് സ്വർഗം കേൾക്കുന്നു. അതിൻ്റെയൊക്കെ ശിക്ഷ കൃത്യമായ നിലയിൽ ദൈവം അളന്നു നൽകും എന്നുള്ളതിന് സംശയമില്ല. അതാണ് മിര്യാമിൻ്റെ ചരിത്രം ഓർപ്പിക്കുന്നത്. അതിനിടയിൽ മോശ ചെന്ന് ഇടപെടാൻ നോക്കിയപ്പോഴും സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ അശുദ്ധിയായിട്ട് മാറിയിരിക്കണ്ടയോ എന്ന് പറഞ്ഞിട്ട് അവളെ കുഷ്ഠരോഗിണിയായിട്ട് തീർന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. എന്താ കാരണം? ദൈവം ഒരുവനെ, ഒരു ദൈവദാസനെ, ദൈവത്തിൻ്റെ ഒരു പൈതലിനെ ദൈവമാണ് ആക്കി വച്ചിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിനെതിരെ നാവെടുത്ത് സംസാരിക്കുവാൻ ഞാനും നിങ്ങളും ആളല്ല. ഈ കാലഘട്ടങ്ങളിൽ അനേക ദൈവദാസന്മാർ വേദനിക്കുന്ന, അനേക ദൈവജനം വേദനിക്കുന്ന ഒരു വലിയ വിഷയമാണ് മറ്റുള്ളവരുടെ അധരങ്ങളിൽ നിന്നും ആവാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് നിമിത്തം വേദനിക്കുന്ന ഹൃദയങ്ങൾ. അതിനകത്ത് റിയാലിറ്റി ഉണ്ടായിരിക്കാം, അതവരുടെ ദൈവസഭയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ അതിനപ്പുറത്തൊരാശയം ഞാനിങ്ങനെ പറയാം, ഞാനും നിങ്ങളും അറിയാത്ത വിഷയത്തിൻ്റെ മേൽ ഒരിക്കൽ പോലും ആരോപണം ഉന്നയിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് സ്വർഗം വേദനിക്കുന്ന ഒരു വിഷയമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, മലാക്കിയുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു പോകാം, വിശദീകരിക്കാൻ സമയമില്ല. അവിടെ ഒരു വാക്കുണ്ട്, നാം പറയുന്നതെല്ലാം ദൈവം കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ദൈവം കേൾക്കുന്നില്ല എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അതിന് കഴിയില്ല എന്നല്ല, മറിച്ച് ഞാനൊരു ദൈവ പൈതലെന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നതെല്ലാം ദൈവം കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. കാരണമുണ്ട്. അതിൻ്റെ കാരണം, ഞാൻ എങ്ങനെ സംസാരിക്കണം, ഞാൻ എന്ത് സംസാരിക്കണം, എൻ്റെ വാക്കുകൾ എപ്രകാരമുള്ളതായിരിക്കണം, ഈ പ്രമാണങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. നാം അതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ അതിന് വിപരീതമായിട്ടോ ഞാൻ ആ പ്രമാണം ലംഘിച്ചുകൊണ്ടോ ഒരു വാക്ക് പറഞ്ഞാൽ സ്വർഗം അതപ്പോൾ നോട്ട് ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നാം ദൈവത്തിൻ്റെ പദ്ധതിക്കോ ദൈവിക പ്രമാണത്തിന് അപ്പുറത്തോ ഏതെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ, പ്രവർത്തിക്കുന്നു എങ്കിൽ, സംസാരിക്കുന്നു എങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം നോട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ നമുക്കെല്ലാം അറിയാമല്ലോ. ഈ നാട്ടിലൊക്കെയും എന്തെങ്കിലും ഒരു ക്രൈം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വ്യക്തിയെ നോട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫോണ് എടുക്കുന്നു, ഫോൺ എടുത്തിട്ട് അദ്ദേഹം കോൾ ചെയ്ത കോൾ ഹിസ്റ്ററി റിക്കവർ ചെയ്യുന്നു, വാട്സപ്പ് ഹിസ്റ്ററി, SMS ഇതെല്ലാം റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. ഒരു 6 മന്ത് ബാക്കിലേക്ക് പോയിട്ട് അത് മുഴുവൻ റിക്കവർ ചെയ്തെടുക്കും. എന്തിനു വേണ്ടിയാണ് റിക്കവർ ചെയ്തെടുക്കുന്നത്? ഇദ്ദേഹത്തിന് ഇതിനു മുൻപിൽ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇദ്ദേഹം ആസൂത്രണം ചെയ്തോ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എപ്പോഴാണ് ആ ഒരു കാര്യം അന്വേഷണത്തിലേക്ക് പോയത്? അദ്ദേഹം ഒരു ക്രൈം ചെയ്തപ്പോഴാണ്. ഞാനിങ്ങനെ പറയാം, ഈ ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഞാനും നിങ്ങളും ഇവിടുന്ന് അയക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ, SMS-കൾ, ഫോൺ കോളുകൾ ഇതൊക്കെയും ക്ലിയർ ചാറ്റ് ചെയ്ത് നമ്മുടെ മൊബൈലിനെയും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഏറ്റവും ആധുനികമായിട്ട് ഉപയോഗിക്കുന്ന ഈ ആൻഡ്രോയിഡ് മൊബൈലിനെ ഒക്കെ നമ്മൾക്ക് ക്ലിയർ ചെയ്ത് സേഫായിട്ട് വെക്കാം. ഞാൻ ചെയ്തത് ആരും കണ്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞു, അത് ക്ലിയർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് വെക്കാം. പക്ഷേ പറയട്ടെ, ഈ ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ ആ ക്ലിയർ ചെയ്തിരിക്കുന്ന സകല വിഷയങ്ങളെയും കൃത്യമായ സമയത്ത് തിരിച്ചെടുക്കുവാൻ കഴിയുന്ന
ഒരു വ്യവസ്ഥ ഈ ലോകത്തിനുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ജീവനുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും സംസാരിച്ചത് മുഴുവൻ റിക്കവർ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകാൻ പാടില്ല. അതിനൊരു ദൃഷ്ടാന്തം മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു എന്ന് നാം പറയാറുണ്ട്. അങ്ങനെയല്ല, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. ആ അന്നെന്നുള്ളതിന് ഒരു വരയിടേണ്ടത് ആവശ്യമാണ്. ആ അന്നെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയം. എന്താ കാരണം? അവർ തമ്മിൽ സംസാരിക്കുന്നത് തെറ്റല്ല, ദൈവം അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അന്നവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അവരെന്താ സംസാരിച്ചത്? എല്ലാം വിശദീകരിക്കുന്നില്ലല്ലോ. ഞാൻ 2 കാര്യങ്ങൾ പറയാം. രണ്ട് സാധ്യതകൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ആശയം നിങ്ങൾ നോക്കുക, 2-ാം അധ്യായം 17-ാം വാക്യം. അവിടെ അവരോട് പറയുന്നൊരു വാക്ക്: നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം: നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ 2 പ്രയോഗങ്ങളിലൂടെ ഒരു കാര്യം ദൈവം ചൂണ്ടിക്കാണിക്കുക: നിങ്ങളുടെ വാക്കുകൾ വലിയ പ്രശ്നത്തിലേക്ക് പോവുക. എന്താ ഇവർ പറഞ്ഞത്? ഒത്തിരി കാര്യങ്ങൾ ഇവർ സംസാരിച്ചു. ഇവിടെ ഒരു കൂട്ടം ദൈവഭക്തന്മാരുണ്ട്. ആ ഭക്തന്മാർ മുഴുവൻ ജനത്തെ നോക്കുമ്പോൾ ജനം മുഴുവൻ നന്നായി വരുന്നു, നന്മയുള്ളവരായിട്ട് തീരുന്നു. നന്മ എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടെല്ലാം ഉണ്ട്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ദൈവഭക്തന്മാർ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലൊക്കെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു, അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു, അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദൈവത്തോട് വാക്കുകൾ പറഞ്ഞ് മുഷിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഒടുവിലായിട്ട് പറയുക: അന്ന് യഹോവ ഭക്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇന്ന് രാത്രി പറയട്ടെ, ദൈവമക്കളെ, നാം ദൈവിക പദ്ധതികൾക്കെതിരായിട്ടോ ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ ആലോചനയ്ക്കെതിരായിട്ടോ അല്ല, മറ്റൊരു ദൈവദാസനെതിരായിട്ടോ മറ്റൊരു ദൈവവൈതലിനെതിരായിട്ടോ ആത്മീക ശുശ്രൂഷകൾക്കെതിരായിട്ടോ ഒക്കെ സംസാരിക്കുന്നു എന്ന് വരികയിൽ അതെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വായിലെ വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പൗലോസ് പറഞ്ഞ ആശയം, ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ എന്ത് ചെയ്യണം? നാം സ്നേഹത്തിൽ സത്യം മാത്രം സംസാരിക്കുന്നവരായിട്ട് തീരണം. അതുകൊണ്ടല്ലയോ 39-ാം സങ്കീർത്തനം 1-ാം വാക്യം ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്: നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആ നാവിനെ നമുക്ക് സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരണം. നമ്മുടെ വായിലെ വാക്കുകളെ നമുക്ക് സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി സഹായിക്കട്ടെ. ഞാനവിടെ ആ വിഷയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ 4-ാമത്തെ ആശയമായിട്ട് പൗലോസ് പറഞ്ഞ വിഷയം, നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് 1-ാമത്തെ ആശയത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. 5-ാമത്തെ ആശയം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യമാണ്. അവിടെ സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വളരെ പരിചയമുള്ളതാണല്ലോ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. 2-ാമത്തെ വാക്യം: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. വാക്ക് ഇൻ ലവ്. സ്നേഹത്തിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുന്നവരായിട്ട് തീരുക. എന്തിനാണ് ഇത് സൂചിപ്പിക്കുന്നത്? പ്രായോഗിക ജീവിതത്തെ സൂചിപ്പിക്കുന്നത്, പ്രായോഗിക നടപ്പിനെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം ദൈനംദിനം നടക്കുന്ന നമ്മുടെ പ്രായോഗിക നടപ്പിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഉപയോഗിക്കുക. ആ നടപ്പ് എങ്ങനെയായിരിക്കണം? അത് സ്നേഹത്തിലുള്ള നടപ്പായിരിക്കണം. എന്നാൽ ആ സ്നേഹത്തിലുള്ള നടപ്പിനെ ചൂണ്ടിക്കാണിക്കാൻ പൗലോസ് ഉപയോഗിച്ച വാക്ക് അല്ലെങ്കിൽ ഒരു ഉപമ എന്താണെന്ന് ശ്രദ്ധിച്ചേ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച്
നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ യാഗവും വഴിപാടുമായി ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പിൻ. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം? വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ചെയ്ത പ്രവൃത്തി സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. 1. 2, വഴിപാടും യാഗവുമായിട്ട് അർപ്പിച്ചപ്പോൾ തൻ്റെ ശരീരത്തെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഈ 2 ആശയങ്ങൾ മനസ്സിലിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ നമ്മെ തന്നെ സമ്പൂർണമായിട്ട് ഭരമേൽപ്പിച്ച് ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള ഒരു നടപ്പ് വേണം ദൈവജനമായിരിക്കുന്ന ഞാനും നിങ്ങളും നടക്കുവാനായിട്ട്. നമ്മുടെ നടപ്പിലൂടെ ലോകം സ്നേഹം കണ്ടെത്തണം. ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളതാണ്, മദർ തെരേസയുടെ ജീവചരിത്രത്തോടുള്ള ബന്ധത്തിൽ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ളൊരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട്. അത് മദർ തെരേസയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ആ ധീര വനിത അവരൊരിക്കൽ കൽക്കട്ടയിൽ വന്നിട്ട് അവരുടെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് അവർ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അഴുക്ക് ചാലിൽ ഒരു കുഞ്ഞ് കിടന്ന് പിടയുന്നത് കണ്ട് ആ സ്ത്രീ ആളുകളെയൊക്കെ കൂട്ടി ഇറങ്ങി അവിടുന്ന് ആ കുഞ്ഞിനെ എടുത്തു. അഴുക്ക് ചാലിൽ നിന്നും ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞ് കിടന്ന് വല്ലാണ്ട് കിടന്ന് ഇളകുകയാണ്. ആ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ ഉറുമ്പുകൾ കടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഉറുമ്പിൻ്റെ കടി സഹിക്കാൻ വയ്യാതെയാണ് ഈ കുഞ്ഞ് കിടന്ന് നിലവിളിക്കുന്നത്. ആ സ്ത്രീ ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ ആ സാരിയുടെ തുമ്പിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് പൊതിഞ്ഞ് അതിനെ തൂത്തെടുത്ത് ആ ഉറുമ്പിനെ എല്ലാം പിറക്കിക്കളഞ്ഞ് അതിനെ ശുശ്രൂഷിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെയും ഈ സ്ത്രീയുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, ഇതുപോലെ ധാരാളം കുഞ്ഞുങ്ങൾ കാണുമല്ലോ എന്ന് ചിന്തിച്ച് പിന്നെയും ഇറങ്ങി. പലപ്പോഴായിട്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ധാരാളം ലഭിച്ചു. പക്ഷേ പിന്നീടാണ് വലിയൊരു പ്രശ്നം നേരിട്ടത്. ഈ കുഞ്ഞുങ്ങളെ പരിപോഷിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല, അതിനുള്ള സാമ്പത്തികമില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, പ്രശ്നങ്ങളായി. അപ്പോൾ ഈ സ്ത്രീ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങും. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി ഒരു ഭിക്ഷക്കാരിയെ പോലെ കൈ നീട്ടി അവർ കൊടുക്കുന്ന പണം കൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ അമ്പലത്തിൻ്റെ പടവിൻ്റെ ചുവട്ടിൽ ചെന്ന് ആ സ്ത്രീ രാവിലെ ചെന്ന് നിലയുറപ്പിച്ചു. അപ്പോൾ ഒരു അംബാസിഡർ കാറിൽ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഇറങ്ങി മുകളിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ സ്ത്രീയെ തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത്തെ കൈ നീട്ടി ആ മനുഷ്യൻ്റെ മുമ്പിലേക്ക്. ആ മനുഷ്യൻ കാർക്കിച്ച് ആ സ്ത്രീയുടെ മുഖത്ത് തുപ്പി എന്നാണ് പറയുന്നത്. ആ കാർക്കിച്ച് തുപ്പിയ തുപ്പൽ വലത്തെ കൈ കൊണ്ടെടുത്ത് വെളിയിലേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ആ കൈ ആ സ്ത്രീ ആ മനുഷ്യൻ്റെ മുമ്പിൽ നീട്ടി. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയത് തന്നു, പക്ഷേ എനിക്ക് വേണ്ടിയത് ഈ കുഞ്ഞിനുള്ള ഭക്ഷണമാണ്, അതിന് നിങ്ങൾ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ആ മനുഷ്യൻ ആ സ്ത്രീയുടെ ആ പ്രവൃത്തിയുടെ മുമ്പാകെ നിശ്ചലനായിട്ട് നിന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ആതുര സേവന രംഗത്തെ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തിരുന്നത് ആ മനുഷ്യനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഞാനിങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? തൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ കൈകൊണ്ട് കാർക്കിച്ച തുപ്പലെടുത്ത് വെളിയിലേക്ക് കളഞ്ഞിട്ട് വീണ്ടും കൈ നീട്ടി, താങ്കൾ തന്നത് എനിക്കുള്ളതാ, കുഞ്ഞിനുള്ളത് എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് വീണ്ടും കൈനീട്ടി അവിടെ കാണിച്ച ആ സ്നേഹത്തിൻ്റെ മാതൃകയുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെ മാതൃക നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കണം. പലപ്പോഴും നാം പരാജയപ്പെടുന്ന ഒരു മേഖലയാണിത്. എന്നാൽ പറയാം, നിങ്ങൾ സ്നേഹത്തിൽ നടക്കുന്നവരായിട്ട് തീരണം. ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ നൽകി സഹായിക്കട്ടെ. വിവിധ വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കട്ടെ. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പൗലോസ് പിന്നെയും പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ സ്നേഹത്തിൽ വർത്തിച്ച് കവിയണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ നിലനിർത്തുന്ന നമ്മുടെ പ്രായോഗിക ജീവിതത്തെ സസൂക്ഷ്മം സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പ്രായോഗിക പാഠങ്ങൾ ഇടയായിട്ട് തീരട്ടെ. ഞാനിങ്ങനെ പറയാം, സ്നേഹത്തിൽ ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനമെന്ന സ്നേഹത്തിൻ്റെ ഈ ലേഖനത്തിലൂടെ പറയുന്ന 5 കാര്യങ്ങൾ: സ്നേഹത്തിൽ വേരൂന്നണം, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, സ്നേഹത്തിൽ നടക്കണം. ഇത് പൗലോസ് പറഞ്ഞതിൻ്റെ കാരണം കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും
ഏറ്റവും പരമപ്രധാനമായ വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ദൈവമക്കളെ, ഞാൻ ഒന്നാമത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിലാണ്. ദൈവസഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ആ സ്നേഹത്തിൽ ദൈവമക്കൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം വരുമ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭ സൗന്ദര്യമുള്ള സഭയായിട്ട് തീരും, യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ ആശയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവസഭയുടെ സൗന്ദര്യത്തിലെ രണ്ടാമത്തെ വിഷയം, സഭയ്ക്ക് സൗന്ദര്യം ലഭിക്കുന്ന രണ്ടാമത്തെ വിഷയം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം. വളരെ പരിചയമുള്ള ഒരു ഭാഗമാണല്ലോ 11-ാം അധ്യായം, അതിൻ്റെ 2-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ ഒരാശയം കുടുംബജീവിതവുമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇവിടെ ഒരു വിവാഹ നിശ്ചയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മുടെ കർത്താവുമായിട്ട് നമ്മൾ ഉടമ്പടി ഏറ്റെടുക്കുകയും വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. നമ്മളെല്ലാം വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ്. നമ്മുടെ വിവാഹം താമസം വിനാ നടക്കും. അത് വലിയ പ്രത്യാശയോടെ കണ്ടു ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞവരെ സംബന്ധിച്ച് ഒരു പ്രമാണം കൊടുത്തിരിക്കുക. പൗലോസ് അത് സംബന്ധിച്ചാണ് പറയുന്നത്: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അതിപ്രധാനപ്പെട്ട പ്രമാണമുണ്ട്. ഇത് ഈ ലോകപരമായിട്ട് ജീവിക്കുമ്പോഴും കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുമൊക്കെ വളരെ പ്രയോജനപരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പ്രമാണമാണ്. എന്താണത്? നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ പറയാം, ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ അവൾ ഒരു പുരുഷനെ അവളുടെ കുടുംബാംഗങ്ങൾ കണ്ട് അവർക്ക് വേണ്ടി ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് ആ പുരുഷന് വേണ്ടി ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്ന, ഒരു പുരുഷന് കൊടുക്കാൻ കഴിയുന്ന, ഒരു പുരുഷൻ്റെ മുമ്പാകെ അവൾ ചെയ്യുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന ലോകത്തിൻ്റെ ആശയത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെ ഒരു ക്ലാസ് അല്ലല്ലോ ഇവിടെയുള്ളത്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, നിർമ്മല കന്യകയായിട്ടിരിക്കുക. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച്, കർത്താവിൻ്റെ ജനനത്തെ സംബന്ധിച്ചും മറിയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, കന്യക എന്നുള്ള ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളൊരു പദം തന്നെയാണ്. അപ്പോൾ ഒരു കന്യകയായിട്ട് തന്നെ കൊടുക്കുക. ലോത്തിൻ്റെ വീട്ടിലേക്ക് ദൂതന്മാർ വരുമ്പോൾ ലോത്ത് പറയുന്നൊരു വാക്കുണ്ട്, പുരുഷൻ തൊടാത്ത 2 മക്കൾ എനിക്ക് ഇവിടെയുണ്ട്. അതാണ് വാസ്തവത്തിൽ കന്യക എന്ന നിലയിൽ ലോകത്തിൻ്റെ മുമ്പാകെയും ഇവിടുത്തെ ബയോളജിക്കൽ നിലവാരത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ, ഒരു പെൺകുട്ടി തൻ്റെ ശരീരത്തെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുകയാണ്. ആർക്ക് വേണ്ടിയാ? അവൾ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ പുരുഷന് വേണ്ടി അവളുടെ ജീവിതത്തെ യാതൊരു അശുദ്ധിയും ഭവിക്കാതെ കാത്തു സൂക്ഷിക്കുക. ഇതാണ് ആ നിർമ്മല കന്യക എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 5-ാം അധ്യായത്തിലും ഇതുപോലെ ഒരു ആശയം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ഈ 2 വേദഭാഗങ്ങൾ നമ്മുടെ മനസ്സിൽ രണ്ടാമത്തെ ആശയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. 5-ന്റെ 26-ാമത്തെ വാക്യം: അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് സഭയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി പറഞ്ഞിട്ട് പറയാണ്, ആ സഭ കറയും കളങ്കവുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കിക്കേ, എന്താ കർത്താവിൻ്റെ ഉദ്ദേശം? കർത്താവിൻ്റെ ഉദ്ദേശം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? അവരുടെ ജീവിതത്തിൽ മാലിന്യം പുരളാതിരിക്കണം.
ഞാൻ അതിനുപയോഗിക്കുന്ന പദം നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധി എന്നുള്ള പദമാണ്. വിശുദ്ധി ദൈവസഭയ്ക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട സൗന്ദര്യക്കൂട്ടിലെ രണ്ടാമത്തെ വിഷയം വിശുദ്ധി എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. എന്നാൽ പൗലോസ് പറഞ്ഞ ആശയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം എല്ലാം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ്. നമ്മുടെ എല്ലാം വിവാഹ നിശ്ചയം കഴിഞ്ഞ് നമ്മുടെ കർത്താവിനെ രക്ഷകനും കർത്താവും നാഥനുമായി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അംഗീകരിച്ച സമയം മുതൽ ഞാൻ എൻ്റെ കർത്താവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി എൻ്റെ കർത്താവുമായിട്ടുള്ള വിവാഹം വരെ എൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരണം. 93-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, യഹോവേ വിശുദ്ധി നിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ദൈവത്തിൻ്റെ ആലയത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം വിശുദ്ധിക്കാണ്. സമാഗമന കൂടാരത്തെ നിങ്ങൾ ചിന്തിച്ചോ, അവിടെയുള്ള എല്ലാ ഇൻസ്ട്രുമെൻസിനോടുള്ള ബന്ധത്തിലും വിശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. എന്താ കാരണം? ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നു, പിന്നീട് പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ തന്നെയുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇതൊരു വലിയ ആത്മീക പാഠമാണ്. നാം മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയം മുതൽ നമ്മുടെ വിവാഹം വരെ ഞാനും നിങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട വിഷയം വിശുദ്ധി എന്നുള്ളതാണ്. ഇതിനെ പല നിലകളിൽ ചിന്തിക്കണം, എങ്കിലും അവിടേക്കൊന്നും പോകാനായിട്ട് കഴിയുകയില്ല. ഒറ്റ വാക്കിൽ ഞാൻ ആ പദം പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും നിങ്ങൾക്കറിയാം. ശരീരത്തിലുള്ള വിശുദ്ധിയുണ്ട്, ആന്തരികമായിരിക്കുന്ന വിശുദ്ധിയുണ്ട്, മാനസികമായ വിശുദ്ധിയുണ്ട്. ഇതിനെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ ഒന്നും വേറിട്ട് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ. കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ പ്രാധാന്യമുള്ള വിഷയമല്ലയോ വിശുദ്ധി? അല്പം അശുദ്ധി ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ട് എന്ന് വരികിൽ അതുപോലും എത്രത്തോളം വിഷയങ്ങൾക്ക് കാരണമായിട്ട് തീരും. ഈ അടുത്ത ഇടയിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരി, എനിക്ക് വളരെ പരിചയമുള്ള വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. ഒരു ദിവസം എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ വൈഫൂടെ പോയി. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് കുറേ നേരം കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്ക്, ആ സ്ത്രീ പറഞ്ഞ വാക്ക്, ആ സഹോദരി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ബ്രദറെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഇനി വേണ്ട. ഞാൻ ബ്രദറിനെ വിളിച്ചത് ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ജീവിതത്തിൽ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്ന് പറയുവാനായിട്ട് വിളിച്ചതാണ്. ഞാൻ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു അശുദ്ധി, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല, ആ അശുദ്ധി ദീർഘമായ നാളുകളായി അദ്ദേഹം കൊണ്ട് നടന്നു. ആ അശുദ്ധി തൻ്റെ ഭാര്യയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ആ സ്ത്രീയെ സംബന്ധിച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചു. അതിനേറ്റവും ഒടുവിൽ 10 വർഷത്തിന് ശേഷം ആ സ്ത്രീ പറഞ്ഞ വാക്ക്, എനിക്കിനി മനുഷ്യനെ വേണ്ട. അതിനിടയിൽ ധാരാളം കാര്യങ്ങൾ, അവരുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പല വിഷയങ്ങളുണ്ട്. ഒരു നിലയിലും അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരായിട്ട് അവർ നമ്മുടെ സൊസൈറ്റി വിട്ടുപോയി എന്ന് മാത്രമല്ല, അവർ ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയി. എന്താ കാരണം? ആ 2 വ്യക്തികൾക്കിടയിലുണ്ടായിരുന്ന അശുദ്ധിയായിരുന്നു കാരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ടുണ്ടായിരുന്ന, വലിയ കാര്യമൊന്നുമല്ല, ചെറിയ പുകവലിയും ഒരല്പം മദ്യപാനമൊക്കെയാണ് നമ്മൾ കാണുന്ന പോലെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതും വളരെ ലഘുവായിട്ട് തൻ്റെ സ്വയമായ തൃപ്തിക്ക് വേണ്ടി താൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അത് വരുത്തി വെച്ച വിന എത്ര വലിയതാണ്. ഏറ്റവും ഒടുവിൽ ആ സഹോദരൻ ക്ഷമിച്ച് എന്തു മാപ്പ് വേണേലും അർഹിക്കാമെന്ന് പറഞ്ഞ്, എത്ര ആളുകളുടെ ഇടയ്ക്കിലും ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞൊക്കെ മടങ്ങി വന്നെങ്കിലും അതിനെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത കഠിനമുള്ള ഹൃദയമായിട്ട് സ്ത്രീ പോയി. 2 പേരുടെയും ഭാഗത്ത് ആ നിലയിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, കുടുംബജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം വിശുദ്ധി ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ പിതാവ്
അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് തൻ്റെ ചങ്കിലെ ചോരയുടെ വിലയായിരിക്കുന്ന ദൈവസഭയെ സംബന്ധിച്ച് അത് വിശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലയോ? ആ വിശുദ്ധി കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലയോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധി നമുക്ക് വേണം. ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്ക് യാതൊരു മൂല്യവുമില്ലാതെ ദൈവസഭകളായി തീർന്നുകൊണ്ടിരിക്കുന്നു, വ്യക്തിജീവിതങ്ങളായിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധി എന്താണെന്ന് പോലും മനസ്സിലാക്കാത്തവരായിട്ട് ദൈവജനമായിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം ചെയ്യുന്നത് എന്തും ചെയ്യുന്നവരായി വിശ്വാസ സമൂഹം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധിക്ക് വളരെ മാറ്റം സംഭവിച്ചു. വിശുദ്ധിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. എന്തും ചെയ്ത് എങ്ങനെയും ചെയ്ത് എന്തും ഏത് നിലയിലും ആകാമെന്ന നിലയിലേക്ക് ആത്മീകമായ ജീവിതം അധപ്പതിക്കുവാൻ തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കിക്കൊള്ളുക, സ്വർഗം ഏറ്റവും പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിശുദ്ധിക്കാണ്. നിർമ്മല കന്യകയായിട്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിട്ട് തീരണം. പുതിയ നിയമത്തിൽ നാം പലപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പേരാണല്ലോ വിശ്വാസികൾ. ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ബൈബിളിൽ പലപ്പോഴും ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഭാഗം, വിശ്വാസികൾ എന്നുള്ളതിനേക്കാൾ അപ്പുറമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പേര് നമ്മെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്ന പേരുകളാണ്. ഏറ്റവും അധികം സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിച്ചു പോകാം. എല്ലാം ഒന്നും വായിച്ച് കേൾപ്പിക്കാനൊന്നും എൻ്റെ മുമ്പാകെ സമയമില്ല. എന്നാൽ റോമാലേഖനം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഗലാത്യ ലേഖനം ഒഴിച്ചാൽ മറ്റുള്ള ലേഖനങ്ങളിലൊക്കെ പരിശോധിച്ചാൽ പൗലോസ് അഭിസംബോധന ചെയ്യുമ്പോൾ റോമയിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, എഫസോസിലുള്ള വിശുദ്ധന്മാർക്ക്, കൊലോസയിലുള്ള വിശുദ്ധന്മാർക്ക്, ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാർക്ക്, തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക്, ഇങ്ങനെ എല്ലായിടത്തും അവരെ അഭിസംബോധന ചെയ്തത് ദ ഹോളി വൺ, വിശുദ്ധന്മാർ എന്നുള്ള പേരിലാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്താ കാരണം? നമ്മെ വിശുദ്ധീകരിച്ചെന്ന്. നാം എല്ലാവരും വിശുദ്ധന്മാരാണ്. നാം എല്ലാം വിശുദ്ധന്മാരാണ്. ഈ ലോകത്തിൽ ഈ കത്തലിക്സ് പലപ്പോഴും ധാരാളം വിശുദ്ധന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവരെയൊക്കെ വിളിക്കുന്നത് സെൻ എന്നുള്ള പേരിൽ അവരെ വിളിക്കാറുണ്ട്. സെൻറ്റ് പോൾ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ മറ്റെല്ലാവരെയും വിശുദ്ധന്മാരാക്കി തീർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു സഭയല്ല ഒരാളെ വിശുദ്ധന്മാരാക്കി തീർക്കേണ്ടത്, സ്വർഗം നമ്മെ വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുക. ഞാനീ പറയുമ്പോൾ ആശ്ചര്യം തോന്നരുത്. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിന്നിട്ട് പറയുക വിശുദ്ധനായ ജോബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബിബ്ലിക്കലി തെറ്റല്ല. പക്ഷേ പലപ്പോഴും എനിക്ക് ആ കാര്യം പറയാനോ നിങ്ങൾക്ക് ആ പദം എടുക്കാനോ കഴിയുന്നില്ല. ഭയം, ഒരു ചെറിയ ഭയം നമ്മളിൽ അലട്ടും. കാരണം എന്താ? നമ്മൾ ദൈവമേ പ്രായോഗിക ജീവിതത്തിൽ ആ തരത്തിലുള്ളൊരു വിശുദ്ധി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നതെന്ന ചിന്തയായിരിക്കാം ആ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗം ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഉചിതം ദൈവസഭയ്ക്ക് വിശുദ്ധി ഉണ്ടാകണം. അപ്പോൾ ദൈവസഭയുടെ സൗന്ദര്യത്തിൻ്റെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ആ സഭ വിശുദ്ധിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന സഭയായിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ആലയത്തിന് എന്നേക്കും ഉചിതമാണ്. അത് സൗന്ദര്യമുള്ള സഭയായിട്ട് തീരും. കർത്താവ് അനുവദിച്ചാൽ മറ്റ് അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചന കേൾവി എല്ലാവർക്കും മുഖാന്തരവും കേട്ട വചനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു എങ്കിൽ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുവാനും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനും ജീവിതത്തെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നമുക്ക് നയിക്കുവാനും സൗന്ദര്യമുള്ള ദൈവസഭയുടെ അംഗങ്ങളായിട്ട് മുന്നോട്ട് ജീവിപ്പാനും കർത്താവ് നമുക്ക് കൃപ നൽകി സഹായിക്കട്ടെ. അവിടുത്തെ തിരുനാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.